വചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ വായിച്ചു പോകുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യപ്പെടും. വർഷങ്ങൾ ഏറെ പഴക്കമുണ്ടെങ്കിലും ആ പഴയ സംഭവങ്ങളിലൂടെയും ജീവിതാനുഭവങ്ങളിലൂടെയും ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. പ്രത്യേകിച്ച് ദൈവം ചില പ്രവാചകന്മാരോടും ദൈവപുരുഷന്മാരോടുമൊക്കെ പഴയ നിയമത്തിൽ നേരിട്ട് സംസാരിച്ചിരിക്കുന്ന ചില വചനഭാഗങ്ങളുണ്ട്. അത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യപ്പെടും. ദൈവം ഈ കാലഘട്ടത്തിൽ എന്നോടും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളോടൊക്കെ നേരിട്ട് സംസാരിക്കുകയാണ്. ഇന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്ന വചനഭാഗം ജെറമിയ പ്രവചനം 1-ാം അധ്യായം 11-12 തിരുവചനങ്ങളാണ്. അതിൽ നമ്മൾ കാണുന്നത് ജെറമിയ പ്രവാചകനും ദൈവവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 1 വേർഡ്സ് 11 and 12. സാധിക്കുന്നവരൊക്കെ ബൈബിൾ എടുക്കുന്നു, തുറക്കുന്നു. ജെറമിയായുടെ പ്രവചനത്തിൽ ഈ വചനഭാഗം വായിച്ച് ധ്യാനിക്കുന്നു. വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. കർത്താവ് എന്നോട് ചോദിച്ചു, ജെറമിയ, നീ എന്ത് കാണുന്നു? ജാഗ്രതാ വൃക്ഷത്തിൻ്റെ ഒരു ശാഖ. ഞാൻ മറുപടി പറഞ്ഞു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, നീ കണ്ടതു ശരി. എൻ്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. ദൈവവും ജെറമിയ പ്രവാചകനും തമ്മിലുള്ള സംഭാഷണം. ചോദ്യം എന്താണ്? നീ എന്ത് കാണുന്നു? ജെറമിയ എന്താ പറഞ്ഞത്? ഞാൻ കണ്ടത് ജാഗ്രതാ വൃക്ഷത്തിൻ്റെ ഒരു ശാഖ. ദൈവം പറയുന്നു, നീ കണ്ടത് ശരിയാണ്. പിന്നീട് ജെറമിയ പ്രവാചകൻ എടുക്കുന്ന ഒരു തീരുമാനമാണ്. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. ഈ വചനം ഈ സമയത്ത് നമ്മൾ പങ്കെടുക്കുമ്പോൾ കേൾക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ഈ വചനത്തിൻ്റെ അഭിഷേകം സർവശക്തനായ ദൈവം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാരണം ദൈവത്തിൻ്റെ വചനം നിവർത്തിക്കാൻ ഒരു ദൈവമകന്, ദൈവമകൾക്ക് അനിവാര്യമായൊരു കാര്യമാണ് ജാഗ്രത ഉണ്ടായിരിക്കുക. ജാഗ്രതയുടെ വൃക്ഷം. ജെറമിയ പ്രവാചകൻ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പ്രവാചകനായി, ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകനായി ജീവിക്കാൻ എനിക്ക് വേണ്ടത് ജാഗ്രതയുള്ള ഒരു വ്യക്തിയായിരിക്കണം. ജെറമിയ പ്രവാചകൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും കൃത്യം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന കാലഘട്ടമാണ്. എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്ന് പല തരത്തിൽ ചിന്തിക്കുന്നവരാണ് നമ്മളൊക്കെ. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. നീ യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ജാഗ്രതയുള്ള ഒരു വ്യക്തിയായിരിക്കണം. എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ അനിവാര്യമാണ്. നമുക്കറിയാം, കൊറോണയുടെ പലതരത്തിലുള്ള വകഭേദങ്ങൾ നമ്മളെയൊക്കെ ആക്രമിക്കുന്നുണ്ട്. നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ശൈലിയുണ്ട്. എന്താണ്? ഭയമല്ല, മറിച്ച് എന്താണ് വേണ്ടത്? ജാഗ്രതയാണ് അനിവാര്യം. അതൊക്കെ വെറുതെ എവിടെയെങ്കിലും അച്ചടിച്ച് വെച്ച് വായിച്ച് മറക്കാനുള്ളതല്ല, മറിച്ച് ഭയത്തെ നേരിടാൻ ജാഗ്രതയാണ് അനിവാര്യം. ഇത് വൈറസിനോട് ബന്ധപ്പെട്ട് മാത്രമല്ല, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവനോട് തന്നെ, അവളോട് തന്നെ പറഞ്ഞു വെക്കേണ്ട കാര്യം, ഞാൻ ജാഗ്രതയുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഞാനിത് പറയുമ്പോൾ ചുറ്റുവട്ടത്ത് നടക്കുന്ന അനേകം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമാണെന്ന് ഉറപ്പിക്കുക. ഞാൻ അല്പം കൂടെ ജാഗ്രതയോടുകൂടെ, ശ്രദ്ധയോടുകൂടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഈ ക്രിസ്മസ് നമ്മളെ അതല്ലേ പഠിപ്പിക്കുന്നത്? ബൈബിൾ വായിച്ചു നോക്കൂ. ജാഗ്രതയോടുകൂടെ ജീവിച്ചിരുന്ന ഒരു പറ്റം മനുഷ്യരുടെ ജീവിതത്തിലാണ് ക്രിസ്മസ് അനുഭവമായിട്ട് മാറിയത്. 1-2 ഉദാഹരണങ്ങൾ പറയട്ടെ. ലൂക്കാ സുവിശേഷം
2-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 2 വേഴ്സ് 8. ആ പ്രദേശത്ത് വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. രാത്രിയിൽ ഇമവെട്ടാതെ കാത്തുകൊണ്ടിരിക്കുന്ന ഇടയന്മാർ, ശ്രദ്ധയോടുകൂടെ കാത്തിരുന്ന അവരുടെ ജീവിതത്തിലേക്കാണ് ക്രിസ്മസ് ഒരു അനുഭവമായിട്ട് മാറുന്നത്. ശ്രദ്ധയോടെ ജാഗ്രതയോടെ കാത്തിരിക്കുന്നവർ. വീണ്ടും വചനത്തിൽ നമ്മൾ വായിക്കുന്നു, 15-ാം വചനം, 2-ാം അധ്യായം ലൂക്കാ സുവിശേഷം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബെത്ലേഹം വരെ പോകാം, കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. ജാഗ്രതയോടുകൂടെ അവരെടുത്ത ഒരു തീരുമാനം. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 25-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 2 വ്യക്തികളെക്കുറിച്ചാണ്. ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കൃത്യമായിട്ടാണ് വചനം പറയുന്നത്. എന്നിട്ട് അതിന് മുമ്പോട്ട് വായിച്ചു വരുമ്പോൾ 30-ാം തിരുവചനത്തിൽ പറയുന്നു, എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. വചനം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് ആരെക്കുറിച്ചാണ്? ശിമയോനെക്കുറിച്ചും ഹന്നായെക്കുറിച്ചും. ജാഗ്രതയോടുകൂടെ കാത്തിരുന്ന 2 വ്യക്തികൾ, അവരുടെ ജീവിതത്തിലാണ് ക്രിസ്മസ് ഒരനുഭവമായിട്ട് മാറിയത്. മത്തായി സുവിശേഷം നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കും, 2-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനം. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്കവൻ്റെ നക്ഷത്രം കണ്ടവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നക്ഷത്രം കണ്ട് ജാഗ്രതയോടുകൂടെ വഴിതെറ്റാതെ സഞ്ചരിച്ചവർ. ഈ കഥാപാത്രങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ എന്നോടും നിങ്ങളോടും പറയുന്നു, ജാഗ്രത ഉണ്ടായിരിക്കണം. പറ്റുമെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളോടൊക്കെ ഇടയ്ക്ക് ഈ കാര്യം പറയണം. അല്പം ജാഗ്രത അനിവാര്യമാണ്. ഒരു ദൈവമകനും ദൈവമകൾക്കും ഈ ജാഗ്രത നഷ്ടപ്പെട്ടു പോയാൽ ജീവിതത്തിൽ വൻ അപകടങ്ങൾ സംഭവിക്കുന്നു. ഞാനിത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ശ്രദ്ധ അതേത് കാര്യത്തിലാണെന്നറിയോ? മാധ്യമങ്ങളുടെ കാര്യത്തിൽ. നീ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യത്തിൽ ഒരല്പം ജാഗ്രത അനിവാര്യമാണ്. യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, അല്ലേ, സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മുടെ കൈവിരൽ തുമ്പിലുണ്ട്. ആർക്കും എന്തും എഴുതാം. എന്ത് തോന്നുന്ന വികാരങ്ങൾക്കനുസരിച്ച് അവർക്കതിൽ പ്രതികരിക്കാം. എന്നാൽ യേശുവിനെ അനുഗമിക്കുന്ന നിന്റെ സ്വഭാവ ശൈലിയിൽ കാണുന്നതെല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുന്ന ഒരു ശൈലിയുണ്ടോ? ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബനാഥൻ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഫേസ്ബുക്കിൽ നല്ല ആക്റ്റീവാണ്. ഫേസ്ബുക്കിൽ നന്നായിട്ട് ഇദ്ദേഹം പല കാര്യങ്ങളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കുവയ്ക്കും. സാമൂഹ്യ പ്രവർത്തനങ്ങൾ മാത്രമല്ല, കത്തോലിക്ക സഭയുടെ പല കാര്യങ്ങളിൽ അങ്ങ് കയറി അങ്ങ് ഇടപെടും. ഈ ഇടപെടുന്നത് മിക്കവാറും തന്നെ അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ തോന്നലനുസരിച്ച് ഇത് മുഴുവൻ എഴുതും. കാണുന്നതെല്ലാം ലൈക്ക് ചെയ്യും, എല്ലാവർക്കും ഷെയർ ചെയ്യും. അപ്പം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറേ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ അദ്ദേഹത്തോട് എനിക്ക് സംസാരിക്കാൻ ഇടവന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ, നമ്മുടെ വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, ശരിയാണ് അച്ഛൻ, അതിനാണല്ലോ ഞാൻ അച്ഛനോട് സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു അച്ചടക്കമൊക്കെ ആവശ്യമാണ് നമ്മുടെ വീട്ടിൽ. അപ്പം അദ്ദേഹം പറഞ്ഞു, അതും ശരിയാണ്. ഞാൻ പറഞ്ഞു, ഈ അച്ചടക്കം ആരംഭിക്കുന്നത് കുടുംബനാഥനായ താങ്കളിൽ നിന്നാവട്ടെ. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്ത് അച്ചടക്കമാണ് എനിക്ക് വേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞു, പ്രധാനപ്പെട്ട അച്ചടക്കം, ചേട്ടൻ ഈ ഫേസ്ബുക്കിൽ അതും ഇതുമൊക്കെ എഴുതി ഇങ്ങനെ കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ വിടുന്നുണ്ടല്ലോ, അതല്പം ഒന്ന് സൂക്ഷിക്കണം. കാരണം
അങ്ങയുടെ മക്കൾക്ക് വിശ്വാസം കുറഞ്ഞു വരുന്നു. നിങ്ങൾ എഴുതുന്നതൊക്കെ ആ മക്കൾ വായിക്കുന്നുണ്ട്. ആ മക്കൾ ഇതിൻ്റെയൊക്കെ പുറകെ കുറേ നാൾ ചിന്തിച്ച് നടന്നു. ഇപ്പോൾ അവർ പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, ദൈവവിചാരമില്ല. കാരണം എന്തെന്നറിയോ? നിങ്ങൾ എഴുതുന്നതും ഈ പങ്കുവയ്ക്കുന്നതൊക്കെ അവരുടെ ജീവിതത്തെയും സാരമായി ബാധിക്കുന്നു. അതുകൊണ്ട് ഒരച്ചടക്കം നല്ലതാണ്. ഫേസ്ബുക്ക് ഉപയോഗിക്കരുതെന്നല്ല, വാട്സപ്പ് ഉപയോഗിക്കരുതെന്നല്ല, മറിച്ച് നമ്മൾ അല്പം ശ്രദ്ധ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ വൻ അപകടങ്ങൾ സംഭവിക്കും. ഈ ക്രിസ്മസ് കാലഘട്ടം എന്നോടും നിങ്ങളോടൊക്കെ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതല്ലേ? ജാഗ്രതയുള്ളവരായിരിക്കുക. നമ്മുടെ സംഭാഷണത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, മറ്റുള്ളവരോടുള്ള ഇടപെടലിലൊക്കെ അല്പം ജാഗ്രത അനിവാര്യമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ വീട്ടിലൊക്കെ അല്പം കൂടെ ഒരു ശ്രദ്ധയുണ്ടായിരുന്നെങ്കിൽ ചില വാക്കുകൾ, ചില പെരുമാറ്റങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഇത്രമാത്രം അസ്വസ്ഥതയ്ക്ക് കാരണമാകുമായിരുന്നോ? ശ്രദ്ധയുള്ളവരായിരിക്കാം. പുതിയ നിയമത്തിൽ യേശു ഈ കാര്യം കൃത്യമായി ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ജാഗ്രതയുള്ളവരായിരിക്കണം. അനേകം ഉപമകൾ ഈശോ പഠിപ്പിച്ചു വയ്ക്കുന്നുണ്ട്. യജമാനൻ്റെ വരവ് കാത്തിരിക്കുന്ന ജോലിക്കാരുടെ ഉപമ ജാഗ്രതയെക്കുറിച്ചാണ്. വീണ്ടും മണവാളൻ്റെ വരവ് കാത്തിരിക്കുന്ന കന്യകമാർ ജാഗ്രതയെക്കുറിച്ചാണ്. തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കുന്നവരെ കുറിച്ച് പഠിപ്പിക്കുന്നു, ജാഗ്രതയെക്കുറിച്ചാണ്. ഒരു പായൽ കിടന്നുറങ്ങുന്ന 2 പേരെക്കുറിച്ച്, ജാഗ്രതയെക്കുറിച്ചാണ്. പുതിയ നിയമത്തിൽ ഈശോ ഈ കാര്യം ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യേശുവിനെ ഒരു വ്യക്തി ഹൃദയത്തിൽ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വ്യക്തിയുടെ ആദ്യത്തെ നിലപാട് ഇതായിക്കൊള്ളട്ടെ: നമുക്കല്പം കൂടെ സൂക്ഷ്മതയുള്ളവരാവാം, ജാഗ്രതയുള്ളവരാവാം. നമ്മുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ ജാഗ്രതയുള്ളവരാകാം. ഈ വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഔസേപ്പിതാവിനെ നമ്മൾ നന്നായിട്ട് ഓർക്കണം. ഔസേപ്പിതാവിലുണ്ടായിരുന്ന വലിയ ഒരു ദർശനം നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതലുള്ള വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹേറോദോസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. ദൈവത്തിൻ്റെ ദൂതൻ ഇതാ കൃത്യമായിട്ട് ഔസേപ്പിതാവിനോടൊരു കാര്യം പറയുകയാണ്. ഔസേപ്പിതാവ് എന്ത് ചെയ്തു? രാത്രിയിലാണ് ഇത് പറയുന്നത്, നല്ല ഉറക്കത്തിലാണ്. ഔസേപ്പിതാവ് എന്ത് ചെയ്തു? വചനം പറയുന്നു, അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. മത്തായി സുവിശേഷകൻ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ രാത്രി തന്നെ അവർ ഈജിപ്തിലേക്ക് പോയി. ആ രാത്രി തന്നെ കിടന്നുറങ്ങുകയാണ്. ഔസേപ്പിതാവ് കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന ദർശനമാണിത്. നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മളായിരുന്നെങ്കിൽ കാര്യം ഒരു അപകടകരമായ കാര്യമൊക്കെയാണ്. നേരം പുലരട്ടെ, അല്ലേ? ഈ രാത്രിയല്ലേ? ഈ രാത്രിയിൽ എന്ത് സംഭവിക്കാനാണ്? നേരം പുലരട്ടെ. ഈ ഉറക്കത്തിൻ്റെ ഒരു ആലസ്യം ഉണ്ടല്ലോ, ഇത് വിട്ടെഴുന്നേക്കാൻ പറ്റുന്നില്ല. നേരം പുലരട്ടെ. ഈ രാത്രിയിൽ ഒന്നും സംഭവിക്കാനില്ലെന്നേ. നേരം പുലരട്ടെ. നേരം പുലരുന്നവരെ കാത്തിരിക്കാതെ ആ രാത്രി തന്നെ ഔസേപ്പിതാവ് അതാ മറിയത്തെയും കുഞ്ഞിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. നിതാന്ത ജാഗ്രതയുള്ള വ്യക്തികളുടെ ജീവിതത്തിലാണ് ക്രിസ്മസ് ഒരു അനുഭവമായിട്ട് മാറുന്നത്. നമ്മളൊക്കെ എന്തു ചെയ്യും? പലപ്പോഴും നാളെ ആവട്ടെ, മറ്റന്നാളാവട്ടെ, അല്ലേ? ആലസ്യം. ഈ ജാഗ്രതയുടെ ശത്രു എന്ന് പറയുന്നത് അലസതയാണ്. അലസത, ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ. ചില ആളുകളെ കണ്ടിട്ടില്ലേ? അവർ 24 മണിക്കൂറും അലസരായി ജീവിതം കളയുന്നു. കുറേ പേര് ഉറങ്ങി ജീവിതം കളയുന്നു. ഉറക്കം വളരെ നല്ലതാണ്, പക്ഷേ 24 മണിക്കൂറും ഉറക്കം. ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട് ചില വീടുകളിലൊക്കെ. ടെലിവിഷൻ്റെ മുമ്പിൽ
അവർ സോഫയിൽ കിടന്ന് ഉറക്കം എണീക്കുമ്പോഴത്തേക്ക് ടി വി കാണുന്നു, പിന്നെ വീണ്ടും കിടന്നുറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, അല്ലേ? അവരുടെ ജീവിതം മുഴുവൻ അതിനോട് ബന്ധപ്പെട്ട് മാറ്റിയിരിക്കുന്നു. ഞാനിത് പറയുന്നത് ജോലിയില്ലാത്ത ചില ആളുകളെക്കുറിച്ചൊക്കെയാണ്. ചില വീടുകളിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് ഒന്നിനോടും ഒരു ഉന്മേഷമില്ല, അലസത പിശാചിൻ്റെ പണിപ്പുരയാണ്. അലസത നമ്മളെ പിടികൂടിയാൽ പിന്നെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും നമുക്ക് അസ്വസ്ഥതകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അത് വൻ അപകടങ്ങൾക്ക് കാരണമാകും. നാളുകൾക്ക് മുമ്പ് ഒരു അപകടത്തിൽപ്പെട്ട ഒരു വൈദികൻ, ഈ അച്ഛനാണ് ഈ വണ്ടി ഓടിച്ചിരുന്നത്. ഈ വാഹനത്തിലുണ്ടായിരുന്നവർക്കൊക്കെ അപകടത്തിൽപ്പെട്ട് കാര്യമായ പരിക്ക് പറ്റി. അപ്പം ഞാൻ ഈ അച്ഛനെ പിന്നീട് കണ്ടപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇതെന്നാ പറ്റിയേ? അപ്പം അച്ഛൻ പറഞ്ഞു, രാവിലെയുള്ള യാത്രയായിരുന്നു, ഞാൻ വളരെ ശ്രദ്ധയോടുകൂടെയൊക്കെയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് കണ്ണൊന്ന് അടഞ്ഞുപോയി. ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ അലസത, ഇടയ്ക്ക് വെച്ച് ഈ കണ്ണടഞ്ഞു പോകുന്ന തരത്തിലുള്ള അലസത നമ്മൾ നേടിയെടുത്തിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നശിപ്പിച്ചു കളയും. ഒന്ന് കണ്ണടഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ അച്ഛനും വണ്ടിയിലുണ്ടായിരുന്നവരും പിന്നെ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലാണ് കാണുന്നത്. ഒന്ന് കണ്ണടഞ്ഞു പോവുക. നിതാന്ത ജാഗ്രത അനിവാര്യമാണെന്ന് ഈ ക്രിസ്മസ് കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുകയാണ്. നിതാന്ത ജാഗ്രത. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ശ്രദ്ധക്കുറവ് വൻ അപകടങ്ങൾക്ക് കാരണമായി തീരുന്നു. ഇപ്പം നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, ഒരു തള്ളക്കോഴി മുട്ട അടയിരിക്കുകയാണ്. അപ്പോൾ ഈ തള്ളക്കോഴി വിചാരിക്കുകയാണ്, 21 ദിവസം ഒന്നും ഇരിക്കാൻ എനിക്കൊന്നൊരു സുഖമില്ല, ഒരു 5 ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ബോറടിച്ചു, എന്നാൽ പിന്നെ ആവട്ടെ എന്ന് കരുതി ഒരു ബ്രേക്ക് എടുത്താൽ എന്ത് സംഭവിക്കും? ആ മുട്ടകളെല്ലാം എന്ത് സംഭവിക്കും? ചീമുട്ടകളായി മാറും. ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ അലസത, ബ്രേക്ക് എടുക്കുന്ന പരിപാടി നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതയ്ക്കും ക്രമക്കേടുകൾക്കും കാരണമായി തീരും. ചില ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട്. എന്തു ചെയ്യും? കുറേ നാൾ പ്രാർത്ഥന, ദൈവവിചാരം ഒക്കെ ആയിട്ട് നടന്ന് ഇനി കുറച്ച് നാൾ ലോകത്തിൻ്റെ സുഖം അനുഭവിച്ച് നടക്കാം. അങ്ങനെയുള്ള ജീവിത ശൈലി അടിസ്ഥാനപരമായിട്ട് തകർച്ചയിൽ തന്നെ അവസാനിക്കുകയുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തെ ഈ സമയം ദൈവത്തിന് മുമ്പിലെടുത്ത് ധ്യാനിച്ച് ചില കാര്യങ്ങൾ ബോധ്യപ്പെടും. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിലെ മൂത്ത ചെറുക്കൻ, ഇവൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കാൻ ചെന്നു. അപ്പോൾ ഇവൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നൊരു കാര്യം, ഞാൻ ഫസ്റ്റ് ഇയർ ഞാൻ നന്നായിട്ട് അടിച്ചു പൊളിക്കും. അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്, ഞാൻ നന്നായിട്ട് അടിച്ചു പൊളിക്കും. പഠന കാര്യങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധ കുറവായിരിക്കും, പക്ഷേ എനിക്ക് ഇത്രത്തോളം നാൾ കിട്ടാതിരുന്ന സ്വാതന്ത്ര്യം എനിക്ക് വേണം, ഞാൻ നന്നായിട്ട് അടിച്ചു പൊളിക്കും. അപ്പോൾ ഇവൻ്റെ വീട്ടുകാർ ഇവനോട് പറഞ്ഞു, എടാ ഇത് ശരിയല്ല. അപ്പോൾ അവൻ പറഞ്ഞു, ഇത് നിങ്ങളെനിക്ക് അംഗീകരിക്കണം. അങ്ങനെ ഇവൻ പിടിച്ച് ഈ അനുവാദം മേടിച്ചു. 1-ാം വർഷം അടിച്ചുപൊളി ആഘോഷം. ക്ലാസ്സിൽ കയറുന്നില്ല, ഉഴപ്പുന്നു, ശ്രദ്ധയില്ല, കൂട്ടുകാരുടെ കൂട്ടത്തിൽ എല്ലാ കറക്കവും. കൊറോണയ്ക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കറക്കത്തോട് കറക്കം. 1-ാം വർഷം കഴിഞ്ഞു, അവൻ്റെ ജീവിതം ആകപ്പാടെ തവിട് പൊടി. 2-ാം വർഷം ആരംഭിച്ചു. ഈ ചെറുക്കന് എന്ത് ചെയ്തിട്ടും ഒന്ന് പിടിച്ചു കയറാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള അവസരത്തിലാണ് ഞാൻ കണ്ടുമുട്ടുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എടാ ഇത്രത്തോളം നല്ല മാർക്കൊക്കെ വാങ്ങി പഠിച്ചു വന്ന നിനക്കിതെന്നാ പറ്റിയേ? അച്ഛാ, ഈ കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ ഒരു ദുരന്ത വർഷമായിരുന്നു. അച്ഛാ, കഴിഞ്ഞ വർഷം ഞാൻ നന്നായിട്ട് ഉഴപ്പി. ഞാൻ പറഞ്ഞു, ഉഴപ്പിക്കഴിഞ്ഞല്ലോ, ഇപ്പോഴോ? അച്ഛാ, ആ ഉഴപ്പിയതൊക്കെ ഒന്ന് നേരെയാക്കാനായിട്ട് കഷ്ടപ്പാട്. അച്ഛാ, 1 വർഷത്തേക്ക് ഞാൻ പഠിക്കാതിരുന്നു കഴിഞ്ഞു. 1 വർഷത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ആകപ്പാട് അസ്വസ്ഥത. അച്ഛാ, ആ 1 വർഷത്തെ എൻ്റെ ഇടവേള എൻ്റെ ജീവിതത്തിൽ എൻ്റെ താളം തെറ്റിച്ചു. പള്ളിയിൽ പോയിരുന്നവൻ പള്ളിയിൽ പോകാതായി, പ്രാർത്ഥനയില്ല, ദൈവവിചാരമില്ല, എല്ലാ ദിവസവും ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നതാണ്, ബൈബിൾ വായനയൊക്കെ നിന്നു. ഇനി ഇതൊക്കെ വീണ്ടും ആരംഭിക്കാനായി ഈ ചെറുപ്പക്കാരന് സാധിക്കുന്നില്ല. പറഞ്ഞു വരുന്നത്, ആത്മീയ ജീവിതത്തിൽ
ഇപ്രകാരം അലസതയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ നമ്മൾ നേടിയെടുത്തിരിക്കുന്ന കൃപകളെല്ലാം എവിടെയെല്ലാമോ ഒലിച്ചു പോകും. പ്രത്യേകിച്ച് ഈ കൊറോണയുടെ ദുരിതങ്ങളൊക്കെ ഏറ്റുവാങ്ങി, പ്രത്യേകിച്ച് കൊറോണയുടെ വകഭേദങ്ങളൊക്കെ കേട്ട് അസ്വസ്ഥപ്പെട്ടിരിക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ചൊന്ന് ധ്യാനിക്കണം. ഓൺലൈനിലായിരുന്നല്ലോ നമ്മുടെ ശുശ്രൂഷകളെല്ലാം. വിശുദ്ധ കുർബാന അല്ലേ, അത് ഓൺലൈനായി മാറി. ഇപ്പോൾ ദേവാലയങ്ങളൊക്കെ തുറന്നു. ദേവാലയങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കാൻ നമുക്കിപ്പോൾ പറ്റുന്നില്ല. പലർക്കും മടിയായി തുടങ്ങി, അസ്വസ്ഥതകളായി തുടങ്ങി, പല കാരണങ്ങളായി മാറി. ഇതാ ഈശോ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ചെയ്യേണ്ട കാര്യം അലസത കൈവെടിഞ്ഞ് ജാഗ്രതയോടുകൂടെ ജീവിക്കാനുള്ള തീരുമാനം. പഴയ നിയമത്തിൽ നമ്മുടെ മുമ്പിൽ ഈ കാര്യം സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ പറയുന്നു. അലസമായ കരം ദാരിദ്ര്യം വരുത്തിവെക്കുന്നു, സ്ഥിരോത്സാഹിയുടെ കൈ സമ്പത്ത് നേടുന്നു. ശരിയല്ലേ? സുഭാഷിതങ്ങളുടെ പുസ്തകം എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. എന്താ പറയുന്നത്? അലസമായ കരം ദാരിദ്ര്യം വരുത്തിവെക്കുന്നു. ജീവിതത്തിലൊരു വിജയം ഉണ്ടാവുന്നില്ല, ഉന്നതി ഉണ്ടാവുന്നില്ല. എന്നാൽ സ്ഥിരോത്സാഹിയുടെ കൈ സമ്പത്ത് നേടുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും കാര്യത്തിൽ അലസമായൊരു മനസ്സോടുകൂടിയാണെങ്കിൽ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുക, ഞാൻ സ്ഥിരോത്സാഹത്തോടുകൂടെ അധ്വാനിക്കും. ബൈബിൾ വായനയൊക്കെ വളരെ ഉന്മേഷത്തോടുകൂടെ ചിലർ ആരംഭിച്ചു. കുറച്ച് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആവട്ടെ എന്നും പറഞ്ഞ് മാറ്റിവെച്ചു. പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ട് ഇപ്പോൾ അത് തുടങ്ങാനും പറ്റുന്നില്ല, പൂർത്തീകരിക്കാനും പറ്റുന്നില്ല. അങ്ങനെയുള്ളവരൊക്കെ ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ടാവും. ഈ സമയം നീ ഒരു തീരുമാനം എടുക്കുക. എന്തു വന്നാലും സ്ഥിരോത്സാഹത്തോടെ വചനം വായിക്കാനുള്ള, വചനം വായിച്ച് വചനം പഠിക്കാനുള്ള ഒരു തീരുമാനം. കുടുംബ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയേ. ചില വീടുകളിലൊക്കെ എന്ത് സംഭവിച്ചു? ഓൺലൈനൊക്കെ വന്നു, പല കാര്യങ്ങൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കുടുംബ പ്രാർത്ഥനയൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ലെന്നേ. ഒരു ദിവസം വേണ്ടാന്ന് വെച്ചു, 2 ദിവസം വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ചില വീടുകളിലൊക്കെ കുടുംബ പ്രാർത്ഥന നിന്നു പോയിട്ടുണ്ടാവും. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും അപ്രകാരം കുടുംബ പ്രാർത്ഥന നിന്നുപോയ കുടുംബാംഗങ്ങളാണെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കുക. സ്ഥിര ഉത്സാഹത്തോടുകൂടെ നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥനകൾ നടത്താനുള്ള തീരുമാനം. അപ്രകാരം എടുക്കുന്ന തീരുമാനം നമ്മുടെ കുടുംബത്തിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കും. സമ്പത്തെന്ന് പറഞ്ഞാൽ നോട്ടല്ല, മറിച്ച് കുടുംബത്തിൻ്റെ ഐശ്വര്യം, തലമുറയായി ഏറ്റെടുക്കുന്ന ഒരു ഐശ്വര്യം. നമ്മുടെ ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ടതാണ്. അലസമായ കരങ്ങൾ ജീവിതത്തിൽ ദുഃഖവും നിരാശയും വീണ്ടും വീണ്ടും വരുത്തും. സുഭാഷിതങ്ങളുടെ പുസ്തകം വീണ്ടും 13-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനം നമ്മുടെ മുമ്പിൽ പറയുന്നു, എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുന്നില്ല, സ്ഥിരോത്സാഹിക്ക് സമൃദ്ധമായി ലഭിക്കുന്നു. എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുന്നില്ല. നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അലസത കൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ക്രിസ്മസ് കാലഘട്ടം നമുക്ക് സ്ഥിര ഉത്സാഹത്തോടെ അധ്വാനിക്കാനുള്ള ഒരു തീരുമാനമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ തീരുമാനം എടുത്തു, അച്ഛാ ഞാൻ ദിവസവും 4 കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. 4 കൊന്ത. നല്ല മിടുക്കനാണ്, തീരുമാന ശക്തമാണ്. കാരണം അവൻ്റെ ജീവിതത്തിൽ കുറേ ക്രൈസിസ് ഉണ്ട്. അപ്പോൾ ഇതിന് ഓവർകം ചെയ്യാൻ ഈ 4 കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാമെന്നൊരു തീരുമാനം. അതിനുശേഷം എന്ത് സംഭവിച്ചു? ആവേശത്തോടുകൂടെയൊക്കെ പോയി. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച ആയപ്പോഴത്തേക്ക് 4 കൊന്ത എന്നുള്ളത് 3 കൊന്തയായി, പിന്നെ 2 കൊന്തയായി, പിന്നെ 1 പിന്നെ ഇപ്പോൾ കൊന്ത ഇല്ലാണ്ടായി. ഞാനിത് പറയുന്നത് ജീവിതത്തിൽ നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു കുറവിനെക്കുറിച്ചാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ജാഗ്രത അനിവാര്യം. ജാഗ്രത അനിവാര്യം. അലസതയ്ക്ക് നമ്മൾ ഇടം കൊടുക്കരുത്. ജാഗ്രതയുള്ളവരായിരിക്കാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു ദൈവമകനും ദൈവമകളും അത്യാവശ്യം ജീവിതത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് അവബോധമില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടും.
അടുത്ത തലമുറ വിശ്വാസം ഇല്ലാത്തൊരു തലമുറയായിട്ട് മാറും. ആ കാഴ്ചയാണ് പലതും നമുക്ക് ചുറ്റും സംഭവിക്കുന്നത്. കൈവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാനാവില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, യെരമ്യാ പ്രവാചകനോട് ദൈവം പറഞ്ഞ കാര്യം നീ എന്തു കാണുന്നു? യെരമ്യാ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ജാഗ്രതാ വൃക്ഷത്തിൻ്റെ ശാഖ. അതെ, വചനം നിറവേറ്റി ജീവിക്കാൻ, യേശുവിനെ അനുഗമിക്കാൻ നമുക്ക് അനിവാര്യമായ ഒന്നാണ് ജാഗ്രത. നമുക്ക് ജാഗ്രതയുള്ളവരാവാം. നമ്മുടെ സംസാരത്തെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം, നമ്മുടെ ചിന്തകളെ നമുക്കൊന്ന് സൂക്ഷിക്കാം, നമ്മുടെ പെരുമാറ്റങ്ങളിൽ അല്പം ജാഗ്രതയുള്ളവരാവാം. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ സന്തോഷ സമാധാനം നിറയും. ഈ ക്രിസ്മസ് കാലഘട്ടം ജാഗ്രതയുടെ ഒരു കാലഘട്ടമായി മാറട്ടെ. ആമേൻ.